ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാദത്തിനൊടുവിൽ കേരള സ്റ്റോറി 2 ഇന്ന് റിലീസായിട്ടുണ്ടായിരുന്നു. വളരെ ഊഷ്മളമായിട്ടുള്ളൊരു വരവേൽപ്പാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടിയത്. ഒരു പട്ടിക്കുഞ്ഞു പോലും സിനിമ കാണാൻ പോയില്ല. ചില പട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലാതെ മനുഷ്യന്മാരായിട്ടുള്ള ആരും സിനിമ കാണാൻ വേണ്ടി പോയിട്ടില്ല. പലയിടത്തും ഷോ മുടങ്ങി, ക്യാൻസൽ ചെയ്തു. ആളില്ല, ആളുണ്ടെങ്കിലല്ലേ പടം ഇടാൻ പറ്റത്തുള്ളൂ. ചില തിയേറ്റേഴ്സിൽ 5ഉം 6ഉം ആൾക്കാരൊക്കെ വന്നതിന്റെ പേരിൽ ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പടം കണ്ട ആളുകൾ മാത്രമാണ് ഇപ്പം നിലവിൽ ഉള്ളത് കേരളത്തിൽ. അല്ലാതെ കൂടുതൽ സ്ഥലങ്ങളിലും ഷോ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. കാര്യം ആളില്ല. ഇതിനേക്കാളും നല്ല രീതിയിൽ ആ സിനിമയെ ഇനി കേരളത്തിൽ വരവേൽക്കാനില്ല. ഈ ഒരു കാര്യത്തിൽ നമ്മൾ കേരളത്തിലുള്ള എല്ലാ ആളുകളും നല്ല ഒന്നായി ഒറ്റക്കെട്ടായി നിന്നല്ലോ എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷം. ആ കാര്യം പറയുമ്പോഴും ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് ആർത്തിയോടെ പോയ കുറെ ടീംസും ഉണ്ട്. അവരെ പറ്റി നമ്മൾ ഇതിനകത്ത് സ്മരിക്കുന്നുണ്ട്. അതിലോട്ട് വരാം. ഓക്കെ, എന്താണെങ്കിലും ഞാൻ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണത്തില്ല. എന്തെങ്കിലും OTT വരട്ടെ, അന്നേരം കണ്ടിട്ട് 4 പറയാം. ഓക്കെ, ഇതിന്റെ കഥ നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ്. ട്രെയിലറിനകത്ത് തന്നെ ഒരു 3/4 ഭാഗം കഥയുണ്ട്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. പെൺകുട്ടികളെ പ്രണയിക്കുന്നു, അങ്ങനല്ല, മുസ്ലിംസ് ആയിട്ടുള്ള യുവാക്കൾ ഹിന്ദു പെൺകുട്ടികളെ പ്രണയിക്കുന്നു, എന്നിട്ട് മതം മാറ്റിയിട്ട് അവരുടെ ഇതിനകത്തോട്ട് കൊണ്ടുവരുന്നു. ഇതൊരു ലവ് ജിഹാദ് സെറ്റപ്പിൽ കാണിക്കുകയാണ് ഗായ്സ്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ടൈം തന്നെ ഭയങ്കര ഒഫൻസീവ് ആയിട്ടുള്ള ഒരു ടൈമാണ്. ഇങ്ങനത്തുള്ള ഇൻസിഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ മുസ്ലിമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചെന്നുള്ള തരത്തിലുള്ള പല കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒരിക്കലും ഈ ലവ് ജിഹാദ് നമ്മുടെ സുപ്രീം കോർട്ടിലോ ഒരു കോർട്ടിലോ ഇത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അപ്പം ലവ് ജിഹാദ് ഇല്ലെന്നാണ് നമ്മുടെ സുപ്രീം കോർട്ട് തന്നെ പറയുന്നത്. ഇത് വെച്ചിട്ടാണ്, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഒരു പ്രൊപ്പഗണ്ട മൂവി ഇറക്കിയിരിക്കുന്നത്. ഈ സിനിമ ഭയങ്കരമായിട്ട് വിവാദമായ സമയത്ത് ഈ ബീഫ് തീറ്റിക്കുന്നതാണല്ലോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിവാദമായത്. ഇതിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ വന്നിരുന്നിട്ട് പ്രസ് മീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് ഇരകളായിട്ടുള്ള കുറെ സ്ത്രീകളെയും കൂടെ വിളിച്ചുകൊണ്ട് വരുത്തിയിട്ടാണ് അവന്മാർ പ്രസ് മീറ്റ് നടത്തിയത്. അതിനകത്ത് ഒരു മലയാളി പെൺകുട്ടി പോലും ഇല്ല ഇരയായെന്ന് പറയുന്നത്. എന്നിട്ട് നമ്മുടെ മീഡിയാസ് കുറെ ചോദ്യം അങ്ങോട്ട് ചോദിച്ച സമയത്ത് ഇവന്മാർക്ക് മറുപടിയില്ല. ഇവന്മാര് പറയുന്നത് ഇത് കേരള സ്റ്റോറി അല്ല, ഇത് ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന സ്റ്റോറിയാണ്, പിന്നെ കേരള എന്ന് പേരിട്ടെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ കേരള എന്നുള്ള പേര് നമ്മളെ പൊതുവെ ഈ ബാക്കിയുള്ള സംസ്ഥാനത്തുള്ള ടീംസ് നമ്മൾ എന്താണെന്ന് അറിയാത്തവർക്ക് ഒരു കണ്ണുകടി ഉണ്ട്. ഇന്ത്യ അങ്ങോട്ട് കേരള ഇങ്ങോട്ട് എന്നുള്ളൊരു വെപ്പ് ബാക്കിയുള്ള ആളുകൾക്കുണ്ട്. അത് അവർക്ക് നമ്മളെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. അപ്പം കേരളത്തെ പറ്റി ഒരു നെഗറ്റീവ് സാധനം പറയുമ്പോൾ അവന്മാർ വന്നിരുന്ന് കാണും. അങ്ങനെയാണ് ആദ്യത്തെ സിനിമയും വിജയിക്കുന്നത്. പിന്നെ ഈ നോർത്ത് സംസ്ഥാനങ്ങളിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു മുസ്ലിം ഹിന്ദു എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും പോലാണ് അവര് ഈ മുസ്ലിംസിനെ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ കൂട്ടല്ല. സീരിയസ്ലി അങ്ങനല്ല. എനിക്ക് പേഴ്സണലി അറിയാം അങ്ങനത്തെ മൈൻഡുള്ളവന്മാര്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറെ ഇതുപോലുള്ള നോർത്ത് ഇന്ത്യക്കാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അന്നേരം അവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ നാട്ടിൽ മുസ്ലിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാര് ആ രീതിയിലാണ്, പാകിസ്ഥാനീസ് എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും വർഗീയത തലയ്ക്ക് പിടിച്ച ആളുകളാണ്. ഇവർക്ക് ഈ ഒരു സിനിമ ക്ലിക്കാവും, പക്ഷെ നമുക്ക് ഇത് ഒരിക്കലും ദഹിക്കത്തില്ല. ഈ സിനിമയുടെ റിവ്യൂ FRK ഇട്ടിട്ടുണ്ടായിരുന്നു, FRK വ്ലോഗിനകത്ത്. അതിനകത്ത് പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് വെക്കാം. ആൻഡ് കേരളത്തെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് റിയൽ ആയിട്ട് നടന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാനുണ്ട്. ഓക്കെ, ഞാൻ ആ വീഡിയോ ഒന്ന് വെക്കാം. ആദ്യം ഒരു സംഭവമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളതുണ്ടല്ലോ, ഇതിൽ ഞാൻ കണ്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, അല്ലാതെ ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല. ഈ ഒരു സിനിമയിൽ ഞാൻ കണ്ട കാര്യം. എൻ്റെ പൊന്നെണ്ണ, നിങ്ങൾ ഈ ഇത്രയും വലിയ സ്ക്രീനിനകത്ത് ഈ മൂലയ്ക്ക് പോലും സംസാരിക്കുന്നത് ഇച്ചിരി മേപ്പോട്ട് വന്നിട്ട് സംസാരിച്ചൂടെ എണ്ണേ? ഒരു TV കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മൂലയ്ക്ക്. ഇതിനേക്കാളും വേദം ആറാട്ടൻ്റെ വീഡിയോ ആണ്. നിങ്ങൾ ഈ താഴെ പോയി കിടക്കാതെ കാണാൻ പോലും പറ്റില്ല, താഴെ ആളുണ്ടെന്ന്. ഇവിടെ കേരളത്തിൽ എവിടെയാണ് ഒരു പെൺകുട്ടിയെ നിർബന്ധമായി മതം മാറ്റണം എന്നും പറഞ്ഞുള്ള ഒരു സ്കീമിൽ കൊണ്ടുപോയി വീട് തടങ്കലിലിട്ട് ആ കുട്ടിയെ പറ്റിച്ച്, ആ കുട്ടിയെ ഫോഴ്സ്ഫുള്ളി ബീഫ് തീറ്റിച്ച്, ആ കുട്ടിയെ കൊണ്ട് തല മുട്ടയടിപ്പിച്ചിട്ട്, അതായത് ബീഫ് കഴിച്ച ഒരു ഇതില് ആകെ സീനായിട്ട് ആള് മുടി മൊത്തം മുട്ടയടിച്ചിട്ട് തൂങ്ങി മരിച്ചിട്ട് വലിയ വിവാദം ഉണ്ടായ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. എൻ്റെ അറിവിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരു സംഭവം നമ്മുടെ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. നിങ്ങളുടെ അറിവിലുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാണ് ഇതിനകത്ത് കാണിച്ചത്. കേരളം എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഇതാണ്. കേരളം എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടിയ ഈ ഒരു കാര്യം, ഇത് കേരളത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ദ റിയൽ സ്റ്റോറി, ഇത് യഥാർത്ഥ കഥയാണെന്ന് പറഞ്ഞ് നമ്മുടെ കേരളക്കാരെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ കാണിച്ച കാര്യമാണ്. ട്രെയിലറിനകത്ത് വിസിബിൾ ആയിരുന്നു. ആ പെണ്ണിനെ മുട്ടയടിക്കുകയും ഇനി അവളെ തൂങ്ങിച്ചാവുകയും കൂടെ ചെയ്യുന്നുണ്ട് സിനിമയ്ക്കകത്ത് വരുമ്പോഴത്തേക്ക്. ഈ ഫോഴ്സ്ഫുള്ളിയും ബീഫ് തീറ്റിക്കുകയും മതം മാറ്റാൻ ശ്രമിക്കുന്ന പരിപാടികൾ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല.
ഇത് അവന്മാരുടെ, ഈ സിനിമ ഉണ്ടാക്കിയവന്മാരുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ റിയൽ ആയിട്ടുള്ള കുറച്ച് ഇൻസിഡൻസിൻ്റെ ന്യൂസസ് ഞാനൊന്ന് വെക്കാം. ഇത് 2025 ജൂലൈയിൽ നടന്ന ഒരു സംഭവമാണ്. ഫോഴ്സ്ഡ് ടു ഈറ്റ് ബീഫ്, കൺവേർട്ട് റിലീജിയൻ, ഇൻഡോർ വുമൺ അക്യൂസസ് ഹസ്ബൻഡ് ഓഫ് ലവ് ജിഹാദ്. ഇതാണ് ഹെഡിങ്. ഇന്ത്യ ടുഡേയിൽ വന്നതാണ് 2025 ജൂലൈ 7. ഈ ന്യൂസിനകത്ത് പറയുന്ന കാര്യം, ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരതി എന്ന് പറയുന്ന ഇൻഡോർ വനിത, മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന ബീഹാർ യുവാവ്, ഇവർ ഫേസ്ബുക്കിൽ കൂടെ കണ്ടുമുട്ടുന്നു. 5 കൊല്ലം ഇവർ ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. അതിനുശേഷം ഇവർ കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചതിന് ശേഷം ഈ ഷഹബാസ് എന്ന് പറയുന്ന വ്യക്തി ഇവളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ബീഫ് തീറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. കൂടാതെ തന്നെ ഈ പെണ്ണിന്റെ ഫോണിലുള്ള ഹിന്ദു ദൈവങ്ങളുടെ ഫോട്ടോ ഡിലീറ്റ് വരെ ചെയ്യിപ്പിച്ചു. ഈ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ നേരത്ത് ഈ പെണ്ണ് തടഞ്ഞ സമയത്ത് ഇവളെ ഫിസിക്കലി അടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പെണ്ണ് ബീഹാറിലെ ബെഗുസാരായി പോലീസ് സ്റ്റേഷനിൽ അപ്രോച്ച് ചെയ്യുന്നത്. ഇവിടെ ഒരു കേസ്, ഈ ഹസ്ബൻഡിനെതിരെ, ഹസ്ബൻഡായ മുഹമ്മദ് ഷഹബാസിനെതിരെ ഒരു കേസ് ഒന്നും ഫയൽ ചെയ്തിട്ടില്ല. ഈ പെണ്ണിന്റെ ആകെ കൂടിയുള്ള ഒരു ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെണ്ണിനെ തിരിച്ച് അവിടെ ഹോം ടൗൺ ആയിട്ടുള്ള ഇൻഡോറിലോട്ട് അയക്കണം എന്നുള്ളതാണ്. ഈ ആരതി എന്ന് പറയുന്ന പെണ്ണ് പറയുന്നത്, ഇവർ പ്രണയിക്കുന്ന സമയത്ത് ഇവൻ ഒരു ഗോൾഡ് സിൽവർ ട്രേഡർ ആണ് എന്ന് കള്ളം പറഞ്ഞിട്ടാണ് കല്യാണം കഴിക്കുന്നത്. ഇവൻ എന്തോ ഒരു ഷോപ്പ് മാത്രമാണ് ഉള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് ഇവന്റെ വിധം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഈ പെണ്ണ് പറയുന്നത്, തന്റെ വീട്ടുകാർക്ക് ഈ പെണ്ണ് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. ഇപ്പൊ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ല. അതുകൊണ്ട് എങ്ങനെങ്കിലും ഈ പെണ്ണിനെ ഇൻഡോറിലോട്ട്, തന്റെ ഹോം ടൗണിലോട്ട് തിരിച്ചയക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനെ അപ്രോച്ച് ചെയ്തേക്കുന്നത്. ഈ പോലീസ് ഈ ഷഹബാസിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഷഹബാസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൾ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്, ഇവക്ക് 3 കുട്ടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവളെ ഏതോ ഒരു ഓപ്പറേഷന് വിധേയമാവുകയും പിന്നീട് ഇവക്ക് ഇനി കുട്ടികളൊന്നും ഉണ്ടാവില്ല. അതുകൂടാതെ തന്നെ ഇവക്ക് വേറെ പുരുഷന്മാരുമായിട്ടും കുറെ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ നാട്ടിൽ വെച്ച് തന്നെ ഇവൾ 5 കൊല്ലത്തിനിടയിൽ 3 തവണ ഒളിച്ചോടി പോയതാണ്. ഇതൊക്കെയാണ് ഷഹബാസ് പറയുന്നത്. എന്താണെങ്കിലും കേസ് ഈ പെണ്ണ് ഫയൽ ചെയ്യാത്തതിന്റെ പേരിൽ ഷഹബാസിന്റെ പേര് കേസായിട്ടില്ല. അപ്പം ഇങ്ങനൊരു സംഭവം ഈ ബീഫ് തീറ്റിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബീഹാറിൽ നടന്നിട്ടുണ്ട്. പിന്നെ ഈ കേസിന്റെ ഫർദർ അപ്ഡേറ്റ്സ് ഒന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ കേസ് ഫയൽ ചെയ്തിട്ടില്ല. ഈ പെണ്ണിനെ നാട്ടിലോട്ട് തിരിച്ചയക്കുകയും ഇവർ സെപ്പറേറ്റഡ് ആയി എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പിന്നീട് വന്നത്. ആൻഡ് ഇതൊരു കേസ്. ഇനി 2023 സെപ്റ്റംബർ 8 ഉത്തർപ്രദേശ് നടന്ന ബീഫ് ഈറ്റിംഗ് പരിപാടി. അത് ദളിത് വുമൺ റേപ്ഡ്, ഫിലിംഡ്, ഫോഴ്സ്ഡ് ടു ഈറ്റ് ബീഫ് ബൈ 2 മുസ്ലിം മെൻ ഇൻ ഉത്തർപ്രദേശ്. ഇത് ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്തയാണ് 2023. ഉത്തർപ്രദേശിലെ ബറൈലി ഡിസ്ട്രിക്റ്റിലാണ് സംഭവം. ഒരു ദളിത് യുവതിയെ 2 മുസ്ലിം യുവാക്കൾ മയക്കുമരുന്ന് നൽകി പീഡിപ്പിക്കുകയും ഫോഴ്സ്ഫുള്ളി ബീഫ് തീറ്റിക്കുകയും ചെയ്യിപ്പിച്ചു. ഈ പെൺകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു മുസ്ലിം സ്ത്രീയും ഈ ഒരു കേസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു ഹോട്ടലിലോട്ട് വിളിച്ചു വരുത്തിയതിനു ശേഷമാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ ഹോട്ടലിലോട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുന്നത് ഈ മുസ്ലിം യുവതിയാണ്, ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരിയായിട്ടുള്ളവൾ. പ്രതികൾ 2 പേര്, ഒന്ന് ഷൊഹൈബ്, ബീഫാം വിദ്യാർത്ഥിയാണ്, മറ്റവൻ നസീം, അവനൊരു ബാർബറാണ്. ഈ സംഭവം ഇവർ വീഡിയോ ആയിട്ട് എടുത്തു വെക്കുകയും പിന്നീട് ഈ പെൺകുട്ടിയെ 5 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിലും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവന്മാർ ഈ പെൺകുട്ടിയുടെ ഫിയാൻസിക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്തു. ഇവന്മാർ കാശ്മീരിലോട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും 2 എണ്ണത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മറ്റൊരു സംഭവം. ഒരെണ്ണം ബീഹാറിലാണെങ്കിൽ മറ്റൊരെണ്ണം ഉത്തർപ്രദേശിൽ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഇത് 2016 ജൂൺ 13 നടന്നതാണ്. വുമൺ ഫോഴ്സ്ഡ് ടു അഡോപ്റ്റ് ഇസ്ലാം ഈറ്റ് ബീഫ് ഇൻ പാട്നാസ് പുൽവാരി. 2016 നടന്നതാണ്. ഇതിനകത്ത് എല്ലാത്തിനകത്തും ഈ ഫോഴ്സ്ഫുള്ളി ബീഫ് തീറ്റിക്കുന്ന പരിപാടിയുണ്ട്. ഇതിനകത്ത് പെട്ടിരിക്കുന്ന എല്ലാം ഹിന്ദു വുമൻസ് ആണ്. ഈ പെൺകുട്ടി കൊടുത്ത കംപ്ലൈന്റ് അത് പറയുന്നത്, പെൺകുട്ടി ഹിന്ദു ആണ്, പക്ഷെ ഇവിടെ ഹസ്ബൻഡും വീട്ടുകാരും മുസ്ലിംസ് ആണ്. ഇവളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ നിർബന്ധിക്കുകയും ഫോഴ്സ്ഫുള്ളി ബീഫ് തീറ്റിക്കുകയും പിന്നീട് ഇവിടെ നഗ്ന വീഡിയോ എടുക്കുകയും അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് കംപ്ലൈന്റ്. ഈ പെണ്ണ് കൊൽക്കട്ടക്കാരിയാണ്. ഇവൾ കെട്ടിയിരിക്കുന്നത് പാട്നയിൽ പുൽവരിയിലുള്ള ആസിഫ് എന്ന് പറയുന്ന ഒരുത്തനെയാണ്. ഇതുകൂടാതെ ഈ ഇസ്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രസയിൽ 1 മാസത്തോളം ഈ പെണ്ണിനെ താമസിപ്പിക്കുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്തു എന്നും ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതാണ് ഈ ബീഫ് തീറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പം കിട്ടിയ 3 ഇന്ത്യയിൽ നടന്ന സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ലവ് ജിഹാദ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. മതം മാറ്റൽ നടക്കുന്നുണ്ട്. ചില ഓർത്തഡോക്സ് ഫാമിലിയിൽ തൻ്റെ മതത്തിലോട്ട് ചേർന്നാൽ മാത്രമേ അവരെ ജീവിക്കാൻ അനുവദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഫാമിലി ഇവരെ അംഗീകരിക്കത്തുള്ളൂ എന്നുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ചില പെൺകുട്ടികൾ മതം കൺവേർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ആളുകളെ എനിക്കറിയാം. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പോയിട്ട് അതിൽ നിന്ന് വേണ്ടടാ എന്ന് പറഞ്ഞ് പോയ പെൺകുട്ടികളെ എനിക്കറിയാം. പക്ഷെ അതൊന്നും ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന വകുപ്പല്ല. പിന്നെ ഈ ബീഫ് തീറ്റിക്കുന്ന എന്തിൻ്റെ
അടിസ്ഥാനത്തിലാണെന്ന് സ്റ്റിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി അവന്മാരുടെ ഒരു മനോസുഖത്തിനായിരിക്കും. എന്താണെങ്കിലും ഇത് അവന്മാരുടെ നാട്ടിൽ, ഈ ഉണ്ടാക്കിയവന്മാരുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ല. നമ്മുടെ നാട്ടിൽ ബീഫ് നല്ല പൊറോട്ടയൊക്കെ എടുത്തു വെച്ച് അങ്ങോട്ട് ഞം തിന്നാൻ നിന്ന് കഴിഞ്ഞാൽ മാക്കം വെട്ടും. ഈ സാധനങ്ങളാണ് നമ്മുടെ തലമണ്ടക്കിട്ട് വെച്ച് തന്നേക്കുന്നത്. ഇത് ഇവിടെ നടക്കുന്നതാണ് എന്ന് പറഞ്ഞ് വെച്ച് തന്നേക്കുന്നത്. മനസ്സിലായോ? നീയൊക്കെ പ്രൊപ്പഗണ്ട മൂവിയോ ഇനി ഏത് ലെവഡാക്കുറ്റിയിലെ മൂവിയോ ഇറക്കിക്കോ, ഒരു കുഴപ്പവും നമുക്കില്ല. പക്ഷേ ഇത് റിയൽ സ്റ്റോറിയാണെന്നും പറഞ്ഞ് ഇറക്കിയിട്ട് ഇത് ഒരു സ്റ്റേറ്റിനെ അവമാനിക്കുന്ന തരത്തിൽ ആ സ്റ്റേറ്റിൽ നടക്കാത്ത കാര്യങ്ങൾ ആ സ്റ്റേറ്റിന്റെ തലമണ്ടയ്ക്ക് അടിച്ചു വെച്ച് ഇതുപോലെ തോന്നിവാസം തന്തയില്ലായ്മ കാണിക്കുമ്പോൾ സീരിയസ്ലി നമ്മൾ പ്രതികരിക്കും. ഇതല്ല ഇതിന്റെ അപ്പുറം പ്രതികരിക്കും. ഇന്ന് രാവിലെ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയ കുറെ ആളുകളെ സിനിമ കണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ DYFI SFI പ്രവർത്തകർ വന്നിട്ട് തടഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വാർത്തയായിരുന്നു. ഞാൻ ആ വീഡിയോ നോക്കാം. ഇറങ്ങിപ്പോല്ല വഴക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡെമോക്രസി എന്ന സാധനം ഇന്ത്യയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്തോ ഡെമോക്രഷനോ? അതാരാണ് അമ്മൂമ്മ ഡെമോക്രഷൻ? ഇതുവരെ കണ്ടപ്പോ ഒരു സാധാരണ പ്രണയിച്ച് വഞ്ചിക്കുന്ന രീതിയിലുള്ള ഒരു ഇതുപോലെ എത്രയോ സിനിമകൾ വന്നിട്ടുണ്ട്. അയ്യോ അതെ അതെ അതെ. ഇപ്പൊ എവിടുന്ന് ഇറങ്ങി പെരുന്ന് രണ്ടുപേരും കൂട്ടെ രാവിലെ കെട്ടിയിടുന്നല്ലേ വന്ന് ആരും എല്ലാ സിനിമയ്ക്കും പോകുന്ന കപ്പിൾസ് ആണെന്ന് തോന്നുന്നു ഗൈസ് ഇവർ. ത്തിന്റെ ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയിൽ അതിനെല്ലാം ഫിക്ഷൻ അല്ലേ. സിനിമയായി കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ വന്നത്. ഒരു സിനിമ എല്ലാവർക്കും അത് തന്നെയാണ് അപ്പൂപ്പ ആഗ്രഹം. പക്ഷെ ഇവന്മാര് ഇത് സിനിമയായിട്ടുള്ള രീതിയിലല്ല, അതിനെയാണ് പ്രൊപ്പഗണ്ട മൂവി എന്ന് പറയുന്നത് ഇറക്കുന്നത്. മനസ്സിലായോ? ഇവന്മാർ ആദ്യം ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന സാധനം ഇറക്കി. അതിനകത്ത് എത്ര 3000-ഓളം പെൺകുട്ടികൾ കേരളത്തിൽ ഉണ്ടായ സംഭവം എന്നും പറഞ്ഞിട്ടാണ് ഇറക്കിയത്. പിന്നീട് കോടതി ഇടപെട്ടിട്ട് അത് ഫിക്ഷൻ ആണ് എന്ന് അവന്മാർക്ക് സിനിമയ്ക്കകത്ത് ആഡ് ചെയ്യേണ്ട ഗതികേട് വന്നു. ഇത് റിയൽ സ്റ്റോറി എന്നും പറഞ്ഞിട്ടാണ് ആദ്യത്തെ സിനിമ ഇറക്കിയത്. അതിന്റെ ബാനറിൽ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ സെക്കൻഡ് മൂവി ഇറക്കിയത്. ഇത്രയും വിവാദമായ സമയത്താണ് ഇവന്മാർ വന്ന് പറയുന്നത് ഇതിനകത്ത് കേരളത്തെ പറ്റിയുള്ള കാര്യമല്ല, ബിയോണ്ട് ദ കേരള, ഇന്ത്യയിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന്. ഒരു സിനിമയായിട്ട് മാത്രം കാണുക, അവരൊറ്റ ആറ്റിറ്റ്യൂഡേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളൊരു വെറും സാധാരണ പ്രേക്ഷകർ മാത്രമാണ്. ആദ്യ പകുതിയിൽ കണ്ട് പ്രണയിച്ച് വഞ്ചിക്കുന്ന രീതി അത് അങ്ങനെ വരുന്നു. ഇതൊന്നും അല്ല, ഇത് കഴിഞ്ഞിട്ടൊരെണ്ണം വരും. അണ്ണൻ ഈ അണ്ണന്റെ സാധനമാണ് കേൾക്കേണ്ടത്. 40 കിലോമീറ്റർ ദൂരം വരിക ഈ പടം കാണാൻ വന്നതാ. എന്തിനാണ് കേരളത്തിൽ ഇത്രയും നാൾ കിടന്ന് ബഹളം വെച്ചോ ഈ കോടതിയിലും ഒക്കെ പോയത്? എന്തിനാന്ന് എനിക്ക് അറിയണമായിരുന്നു. എന്റെ അവകാശം അത്. ആദ്യ പകുതി കണ്ടു, ഒന്നും മോശമില്ല. അത് നല്ല പടവാ. പിന്നെ ബാക്കിയൂടെ കാണണം. 40 കിലോമീറ്റർ കഴിഞ്ഞ് വരിക. കേരളത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് പറഞ്ഞില്ല അവര്. ഇല്ല, അത് നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? അത് കേരളത്തിലെന്ന് നിങ്ങൾ പടം കണ്ടോ? പടം കണ്ടിട്ട് പറ. ഞാൻ കണ്ടവനാ പറയും. ഒരാള് ചോദ്യം ഞാൻ മറുപടി പറയാം. എനിക്ക് കാണണം. എനിക്ക് പടം സർട്ടിഫൈഡ് ചാണകമാണെന്ന് തോന്നി ചേട്ടൻ പറയുന്നത് കേട്ടോ. കേരളത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് അവര് പറഞ്ഞില്ലല്ലോ എന്ന്. പിന്നെ കേരളത്തിന്റെ പേരെന്തിനാ പിന്നെ ഊഞ്ചാനാണോ കൊടുത്തേക്കുന്നത്? കേരളത്തിന്റെ പേര് ഈ പടം ഇനി ഏതൊക്കെ രാജ്യങ്ങളിൽ കൊണ്ട് പ്രദർശിപ്പിക്കുവോ അവിടെ എല്ലാം കേരള സ്റ്റോറി എന്നും പറഞ്ഞിട്ടായിരിക്കും വെച്ചേക്കുന്നത്. പടം കാണാത്തവനാണെങ്കിലും കാണുന്നവനാണെങ്കിലും ഈ സാധനം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാടിനെ അവമാനിക്കുന്ന തരത്തിലുള്ള പരിപാടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഇവന്മാർ റിയൽ സ്റ്റോറിന്നോ എന്തെങ്കിലും വെച്ച് കൊടുക്കണമായിരുന്നു. എന്തിനാണ് കേരളത്തിന്റെ പേരാണ് തുടിച്ചിരുന്നത്? ഇങ്ങനൊക്കെ കുറെ തൊലിയാറുമണിയന്മാരുണ്ട്. ദൈവമേ, ഇതൊന്നും അല്ല ഗൈസ്, വേറെ കുറെ ഉണ്ട്. അതുകൂടെ ഒന്ന് കാണിക്കാം. ഇതെന്താണെങ്കിലും ആ ഷോ അവർ നടത്തിയിട്ടില്ല. പകുതിക്ക് വെച്ച് എല്ലാത്തിനെയും പറഞ്ഞ് വിട്ടിട്ടുണ്ട്. നല്ല കാര്യം. ഫസ്റ്റ് പാർട്ട് പോലെ അല്ല സെക്കൻഡ് പാർട്ട്. കുറെ കാര്യങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. അത് റെസ്പെക്ട് ചെയ്ത് മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്ടോടും. എന്റെ പൊന്നി ചേച്ചി, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നെഞ്ചത്തിട്ടുണ്ടാക്കിയിട്ടാവരുത്. മനസ്സിലായോ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി അങ്ങനെയാണെങ്കിൽ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കണം. അല്ലാതെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് മാത്രമല്ല കൊടുക്കേണ്ടത്. ഞാൻ റിയൽ സ്റ്റോറി എന്നാണ് പേര് കൊടുക്കേണ്ടത്. കേരള സ്റ്റോറി അതെ, വളരെ റിയൽ ആയിട്ടുള്ള സ്റ്റോറി. കേരള സ്റ്റോറി എന്നുള്ള പേര് മാറ്റിയാൽ മതി, കുഴപ്പമില്ല. റിയൽ സ്റ്റോറി. അപ്പൊ പ്രശ്നമില്ല. അതായത് യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ഇതിനെ എതിർക്കുന്നത്. അത് അതെ, അവന്റെ മുഖത്ത് കുറി പറയും അവൻ ആരാണെന്ന്. കൂടുതൽ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല. പറയാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം ഇതിനെ എതിർക്കുന്നത്. ഫസ്റ്റ് പാർട്ടിനേക്കാളും വളരെ നന്നായിരിക്കുന്നു. തീർത്തും കേരളത്തിലെ എല്ലാ
ഫസ്റ്റ് പാർട്ടിനെങ്കിലും വളരെ നന്നായിരിക്കുന്നു എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പാർട്ട് ചേട്ടൻ ഇഷ്ടപ്പെട്ടായിരുന്നു? എവിടുന്ന് വരുന്ന അമ്മാവാ? പെൺകുട്ടികളും കാണേണ്ട സിനിമയാണ്. എല്ലാ പെൺകുട്ടികളും കാണേണ്ട സിനിമ എന്നാണ് പറയുന്നത്. കൊള്ളാം. എന്നിട്ട് ചേട്ടൻ ഒറ്റയ്ക്കാണല്ലോ വന്നത്, വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലായിരുന്നു വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി വരുമായിരിക്കും ചിലപ്പോൾ. ഇത് വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ മലയാളി കുറേ ക്ലാപ്പന്മാരുടെ കുറേ തിയേറ്റർ റെസ്പോൺസ് ഉണ്ട്, അത് നമുക്ക് വേണം ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കൂടുതലും നീട്ടിക്കൊളാക്കാൻ നിൽക്കുന്നില്ല, എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് ഗൈസ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് വരാം. ഇതിന് തൊട്ട് മുമ്പ് നമ്മുടെ വിജയ് അണ്ണൻ്റെ ത്രിസയുടെ വീഡിയോ 2-3 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലാത്തവർ കാണാൻ മറക്കണ്ട. വേറെ വീഡിയോ ആയിട്ട് അപ്പം സാറേ ബൈ.